ദയനീയരായ മനുഷ്യരോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ഗവൺമെന്റിനും ഒന്നാമത്തെ ഉത്തരവാദിത്തമുണ്ട് എന്ന് ആ പൂക്കി മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. നമസ്കാരം. ആടിക്കുഴഞ്ഞൊന്നു തുള്ളുക ബിന്ദുവേ, വീടും തലേൽ വെച്ച് തുള്ളൻ്റെ ബിന്ദുവേ. ഉന്നത വിദ്യാഭ്യാസ രംഗം തലയിൽ ചുമന്നുകൊണ്ട് നടന്ന നമ്മുടെ പൂക്കി ബിന്ദു മണിമേടയിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സുന്ദരമായ ഒരു കാഴ്ച കണ്ടില്ലേ? അടിത്തട്ടിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് ഇനി ആ ജീവിതം. മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പൂക്കി ബിന്ദു ആളുകൾക്ക് മുമ്പിൽ നിന്ന് കരയുന്ന രംഗം കണ്ടാൽ നമുക്ക് കണ്ടു നിൽക്കാനേ കഴിയില്ല. ഈ സ്ത്രീക്ക് ഇത്ര ശക്തമായി വർത്തമാനം പറയാൻ അറിയാമെന്ന് ഇപ്പോഴാണ് ജനത്തിന് മനസ്സിലായത്. ഇവർ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തൊക്കെ പിള്ളേർ പുഞ്ച കൊഞ്ചുന്ന രീതിയിലായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. വായിൽ നിന്നും മുത്തുകളും പവിഴങ്ങളും പൊഴിയുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ മാധ്യമപ്രവർത്തകരെ ആട്ടാനും രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭയിൽ വെച്ച് പോടാ ചെറുക്ക എന്ന് പരിഹസിക്കാനുമൊക്കെ എന്തൊരു ഉശിരായിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷം ഇവർക്ക് നേരെ കൈ ചൂണ്ടിയാൽ ഉടൻ പരാതിയായി. ഇപ്പോൾ പാവങ്ങളെ ഉദ്ധരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അടിസ്ഥാന ജനവിഭാഗത്തെ മറന്ന് നമ്മൾ ഒന്നും ചെയ്തുകൂടാ എന്നാണ് ബിന്ദു ചേച്ചി പറയുന്നത്. സുഹൃത്തെ, താങ്കൾ ഓർക്കുന്നുണ്ടോ? വെടിക്കെട്ട് ദുരന്തം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഈ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നത്. ബിന്ദുവിനൊപ്പം വന്ന് പുരാതന കൃതാവുകാരൻ കടന്നപ്പള്ളി രാമചന്ദ്രനും ദൈവങ്ങളുടെ ക്ഷേമം നോക്കാൻ പിണറായി ഏൽപ്പിച്ച അമ്പലവാസവനും ഉണ്ടായിരുന്നു. ഇവരുടെ വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ വന്ന് മൂട് തിരിഞ്ഞു നിന്നത് ഓർക്കുന്നില്ലേ? അന്നേ തീരുമാനിച്ചു ഈ മൂന്നെണ്ണത്തിൻ്റെയും കഥ കഴിഞ്ഞുവെന്ന്. അയൽവക്കക്കാരൻ്റെ വീട്ടിലെ ചക്ക വീണ് കക്കൂസ് തകർന്നതിനാൽ എനിക്ക് കക്കൂസിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ പരാതി പറഞ്ഞത്. ആ പരാതി ഒന്ന് കേൾക്കാനോ സൗമനസ്യത്തോടെ അവരെ ചേർത്ത് നിർത്താനോ ഈ സ്ത്രീക്കും ആ രണ്ട് മന്ത്രിമാർക്കും അന്ന് കഴിഞ്ഞില്ല. ആ സ്ത്രീ മൂട് തിരിഞ്ഞു കാണിച്ച മൂന്നെണ്ണവും തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടി. അതൊരു സൂചനയായിരുന്നു. ആ സ്ത്രീയോട് ഇവർ കാണിച്ച ദുർമുഖം കണ്ടാൽ ഇവരെത്രമാത്രം ജനശത്രുവാണെന്ന് ഓർത്തു പോകും. അതൊന്നും ഞങ്ങളുടെ വകുപ്പല്ല, നിങ്ങൾ പോയി വേറെ എവിടെയെങ്കിലും പരാതി പറയുന്നായിരുന്നു കൽപ്പന. 256 ദിവസം നീണ്ടുനിന്ന ചരിത്രപ്രസിദ്ധമായ ആശാസമരം ഓർക്കുന്നില്ലേ? അന്ന് സുരേഷ് ഗോപി സമരക്കാർക്ക് കുട കൊടുക്കുകയും അദ്ദേഹം ഒരു പാട്ട് പാടുകയും ചെയ്തു. അത് ബിന്ദുവിന് സുഖിച്ചില്ല. സുരേഷ് ഗോപി മണിമുറ്റത്ത് ആവണിപ്പന്തൽ പാടിയില്ലേ, കേന്ദ്രത്തോട് പോയി തരാൻ പറ എന്നായിരുന്നു ഇവർ പരിഹസിച്ചത്. പാവങ്ങളെ സമുദ്ധരിക്കാനും സംരക്ഷിക്കാനും വന്ന ഈ ബിന്ദുവിൻ്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി ഓർമ്മയില്ലേ? അത് ഇവർ സമ്പാദിച്ച കാശ് കൊണ്ടോ ഭർത്താവ് വിജയരാഘവൻ കൈനീട്ടം കൊടുത്ത കാശ് കൊണ്ടോ മേടിച്ച് മോന്തയ്ക്ക് വെച്ചതല്ല. ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും കാശെടുത്ത് വാങ്ങി മുഖത്ത് വെച്ചിരിക്കുകയാണ്. ഈ കണ്ണാടിയിലൂടെ നോക്കിയാണ് താഴെത്തട്ടിലെ പരമദരിദ്രരുടെ ജീവിതം ബിന്ദു ഇപ്പോൾ കണ്ണു തുറന്ന് കാണുന്നത്. വീണ ജോർജിനും ചിഞ്ചു റാണിക്കും സൂമ്പാക്കളിയിലായിരുന്നു താല്പര്യമെങ്കിൽ ബിന്ദു മന്ത്രിക്ക് അറിയാത്ത കലകളില്ല. കഥകളി അറിയാം, കേരള നടനം അറിയാം, കുച്ചിപ്പുടി അറിയാം, പുലിച്ചുവടറിയാം, പാട്ട് പാടാൻ അറിയാം, നൃത്തമാടാൻ അറിയാം. വിജയരാഘവൻ്റെ മുമ്പിൽ മാത്രമേ കാവടിതുള്ളൂ. പിണറായി മന്ത്രിസഭയിലെ അലങ്കാര മത്സ്യങ്ങളെപ്പോലെ നടന്ന 3 പെൺമന്ത്രിമാരും തോറ്റു തുന്നം പാടി. അത്രയ്ക്കുണ്ടായിരുന്നു ജനങ്ങൾക്ക് ഇവറ്റകളോടുള്ള അമർഷം. പിണറായിയുടെ കേമത്വവും പ്രസ്ഥാനത്തിൻ്റെ മുഴുപ്പും പറഞ്ഞ് എല്ലാ കാലത്തും ജയിച്ചു കയറാമെന്നാണ് ഈ സാധുക്കൾ കരുതി വെച്ചത്. VD സതീശൻ അപ്പൻ്റെ പേര് പറഞ്ഞതും അദ്ദേഹം മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതും ഒന്നും ഈ വർഗങ്ങൾക്ക് ഇഷ്ടമേ അല്ല. അതിനാലാണ് പൂക്കി സതീശൻ എന്ന് പറഞ്ഞ് ഈ ബിന്ദു അദ്ദേഹത്തെ അപമാനിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ പുതിയ വെളിച്ചം വന്നു. ഗേറ്റുകൾ മലർക്ക തുറന്നിട്ടു. മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് പരാതി കേൾക്കുന്നു, ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു, ഒന്നിച്ച് പടം പിടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് തങ്ങൾ ചെയ്ത ദുഷ്കൃത്യങ്ങളെപ്പറ്റിയും പിണറായി വിജയൻ എന്ന മനുഷ്യൻ എത്രമാത്രം മനുഷ്യരിൽ നിന്നും അകന്നു എന്നും ഇവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നും ബോധ്യമായിട്ടില്ല. ഇപ്പോൾ ജനങ്ങളുടെ ക്ഷേമം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ വീട്ടിൽ അത്താഴം കഴിക്കൂ. മന്ത്രിമന്ദിരത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതോടെ വീട്ടിൽ വെപ്പും കൂടിയും ഒന്നുമില്ല എന്നാണ് തോന്നുന്നത്. ഇവരുടെ ഭർത്താവ് അശ്ലീല രാഘവൻ ഒരു SDPIക്കാരൻ്റെ വിരുന്നിൽ പങ്കെടുത്തതാണ് ഇന്നലെ വന്ന പുതിയ വിവാദം. രുചികരമായ ആഹാരം കഴിക്കാനില്ലാതെ വയറു വിശന്ന വിപ്ലവകാരി നാടുനീളെ നടക്കുകയാണ് വയറും താടിയും തിരുമ്മിക്കൊണ്ട്. തീവ്രവാദ സംഘടനയുടെ നേതാവായ SDPIക്കാരൻ കൊടുത്ത വിരുന്നുണ്ടെന്ന് നാട്ടുകാരറിഞ്ഞു. അതുകൊണ്ട് മഞ്ഞളിച്ച മുഖത്തോടെ നിന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. ആഹാരം കഴിക്കുന്നത് ഞാൻ കഴിക്കുന്ന പോലെ കഴിക്കണം, ആരുടെയും ഉച്ഛിഷ്ടം കഴിക്കരുത്.
ഞാൻ കണ്ടവൻ്റെ തിന്നുന്നത് പോലെ നിങ്ങളും കഴിക്കണം എന്നാണ് ഉപദേശം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദുവിൻ്റെ ഇംഗ്ലീഷ് കേട്ട് പണ്ഡിത ലോകം തലയിൽ കൈവച്ചിട്ടുണ്ട്. വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ്. ഇങ്ങനെ ഇംഗ്ലീഷിൽ പിച്ചും പേയും പറയുന്ന ബിന്ദുവിന് അതിസുന്ദരമായി മലയാളത്തിലും ഇംഗ്ലീഷിലും സംസാരിക്കുന്ന പൂക്കി മുഖ്യനോട് ഇഷ്ടം തോന്നുമോ? സാധുക്കളായ ജനത്തിന് മുമ്പിൽ നിന്ന് കൃത്രിമമായ ഭാഷയിൽ ഗീർവാണങ്ങൾ തട്ടിവിടുന്ന കാര്യത്തിൽ മാത്രം ഇവർക്ക് നല്ല ഭാഷാശുദ്ധിയാണ്. പോളിറ്റ് ബോറനായ വിജയരാഘവൻ എന്ന ബിന്ദുവിൻ്റെ ഭർത്താവ് ജനങ്ങളെ പുച്ഛിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്നത് നമ്മൾ പതിവായി കേൾക്കുന്നതാണ്. കാറിൽ ഒറ്റയ്ക്ക് പോകുന്ന മനുഷ്യരൊക്കെ എവിടെ പോവുകയാണ്? നിന്റെയൊക്കെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോവുകയാണോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം. ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇവരാ രമ്യ ഹരിദാസിനെ ആക്ഷേപിച്ചത് ഓർക്കുന്നില്ലേ? കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയ കുട്ടിയുടെ ഗതി എന്താകുമെന്ന് ചോദിച്ചായിരുന്നു പരിഹാസം. ഇപ്പോഴിതാ കുഞ്ഞാലിക്കുട്ടിയും സഭയിലുണ്ട്, രമ്യ ഹരിദാസും സഭയിലുണ്ട്. മിടുക്കിയായ വിജയരാഘവൻ്റെ ഭാര്യ മാത്രം വീട്ടിലിരിക്കുന്നു. ഈ അശ്ലീല രാഘവൻ എന്നെങ്കിലും മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ശുദ്ധമായ രാഷ്ട്രീയം സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭരണത്തിൽ നിന്നിറങ്ങിയിട്ട് ഒരാഴ്ചയായില്ല, അപ്പോഴേക്കും അസഹിഷ്ണുത പീലി വിടർത്തി ആടുകയാണ്. ഗോവിന്ദനോട് കണ്ണാടി നോക്കാൻ മകൻ പറഞ്ഞു. ഈ വിജയരാഘവനോടും പെമ്പറന്നോത്തിയോടും പോയി കണ്ണാടി നോക്കെന്ന് പറയാൻ ആ വീട്ടിലും കുടുംബത്തും ആരുമില്ലേ? സത്യത്തിൽ ഈ വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു മന്ത്രിസഭ അധികാരമേറ്റിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. തങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ആത്മവിമർശനം നടത്തി സ്വയം ശുദ്ധീകരിച്ച് കണ്ണാടി നോക്കി വേണ്ടേ വീണ്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ. അങ്ങനെ ഒരു മര്യാദയൊന്നും ഈ വർഗങ്ങൾക്കില്ല. ഇവരങ്ങ് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. 10 വർഷം തുടർച്ചയായി ഭരണത്തിലിരുന്ന് മനുഷ്യ സമൂഹത്തെ കൊഞ്ഞനം കുത്തിയവരാണ്. പ്രതിപക്ഷത്തിരുന്ന് ഞങ്ങളെ അങ്ങ് നന്നാക്കുമെന്ന ചിന്തയൊന്നും ഈ നാട്ടിലെ ഒരു മനുഷ്യർക്കും ഇനി കാണില്ല. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് കണ്ണാടിയും മേടിച്ച് മോന്തയ്ക്ക് വെച്ച് പാൽക്കഞ്ഞിയും കുടിച്ച് അധികാരത്തിൻ്റെ സുഖശീതളിമയിൽ ഉല്ലസിച്ചവർ ഭരണം പോയതോടുകൂടി വട്ടുപിടിച്ച് ഹതാശരായ അവസ്ഥയിലാണ്. ഇപ്പോഴേ തുടങ്ങിയാലേ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും കയറാൻ പറ്റൂ. അതോർക്കുമ്പോഴുള്ള ഒരാവേശമാണ്. കൂടെ വണ്ടിയിൽ കൊണ്ട് നടന്നതിനെ മുഴുവൻ കുരുതി കൊടുത്ത് പിണറായി വിജയൻ എന്തായാലും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഈ കപട വിപ്ലവകാരികൾ ആരെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഏതെങ്കിലും ഒരു പാവത്തിന് 10 രൂപ പിച്ച കൊടുത്തിട്ടുണ്ടോ? DYFI നാട്ടുകാരിൽ നിന്നും സ്വരൂപിക്കുന്നുണ്ടല്ലോ പൊതിച്ചോറ്. ഈ ബിന്ദു മന്ത്രി എന്നെങ്കിലും 2 പൊതിച്ചോറ് കെട്ടി DYFIക്ക് കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ധർമ്മസങ്കടം കണ്ട് അവരെ ഇവർ സഹായിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അങ്ങേയറ്റം പ്രയാസം നേരിടുന്ന മനുഷ്യരുടെ വോട്ട് വാങ്ങിയാണ് ഈ സർക്കാർ അധികാരത്തിലേറിയത് എന്ന് മറന്നു പോകരുതെന്നാണ് ബിന്ദുവിൻ്റെ ഉപദേശം. ജനം പലതവണ ഉപദേശങ്ങൾ പല രൂപത്തിൽ തന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ ബിന്ദുവേ? ബിന്ദു തൽക്കാലം ജനത്തിൻ്റെ മുമ്പിലുള്ള തുള്ളലും ആട്ടലുമൊക്കെ അങ്ങ് നിർത്തണം. എന്നിട്ട് എന്തുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും തോറ്റു എന്ന് സ്വയം ചിന്തിച്ച് ഭർത്താവിനോട് ഒന്ന് ആലോചിച്ച് സംസാരിച്ചിരിക്കണം. മാന്തളിര് പോലുള്ള മുഖം മത്തങ്ങ പോലെ വീർപ്പിച്ചിട്ടാണ് ഈ വിപ്ലവ പ്രസ്ഥാനത്തിലെ സഖാക്കൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. 10 വർഷം അനുഭവിച്ച സുഖങ്ങളൊന്നും പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെടുമ്പോഴുള്ള മനസ്സിൻ്റെ വിങ്ങലും വേവലാതിയും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മലയിടം തുരുത്തിൽ ഭൂമി നഷ്ടമാകുന്ന മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാൻ മനസ്സുള്ള ഒരു സർക്കാരാണ് ഇപ്പോഴുള്ളത്. ഇത് സർക്കാർ ഏതെങ്കിലും വികസന പ്രവർത്തനത്തിൻ്റെ പേരിൽ ഈ പാപങ്ങളെ ഇറക്കി വിടുന്നതല്ല. ഇത് വ്യക്തികൾ തമ്മിലുള്ള സ്വത്ത് തർക്കമാണ്. അവിടെ തീരുമാനം കൽപ്പിക്കേണ്ടത് നീതിപീഠങ്ങളാണ്. ഉന്നത നീതിപീഠത്തിൻ്റെ ഉത്തരവുമായി വന്നിട്ടാണ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് കൂടി ഓർത്തുകൊള്ളുക. ഇവർക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ പൂക്കി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ VD സതീശനെ കളിയാക്കുമോ? ജീവിതത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഒന്നാമത്തെ പരിഗണന കൊടുക്കണം പോലും സർക്കാർ. പാവങ്ങളെന്ന് കേൾക്കുമ്പോൾ വാരിപ്പിടിച്ച് പുണരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നല്ലോ ഈ നാട്ടിലുള്ളത്. അത്താഴപ്രശ്നക്കാരുണ്ടോ എന്ന് 7 വട്ടം വിളിച്ചു ചോദിച്ചു മാത്രമേ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൻ്റെ ജനാലകൾ അടയ്ക്കുമായിരുന്നുള്ളൂ. ബിന്ദുവിന് എത്ര കിടന്ന് കാറിയാലും ഉടനൊന്നും നിങ്ങളെ ആരും പിടിച്ച് നിയമസഭയിൽ എത്തിക്കാൻ പോകുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ വിരുന്നുമേശ തേടിപ്പോകുന്ന വിജയരാഘവന് ചക്കയും കഞ്ഞിയും ഉണ്ടാക്കിക്കൊടുത്ത് വീട്ടിലിരുന്ന് കുറച്ച് ദിവസം സ്വയം ചിന്തിക്കൂ. പാവങ്ങളെയും നിസ്വരെയും കാണുമ്പോൾ കടക്ക് പുറത്ത് എന്ന് അലറുന്ന മുഖ്യനല്ല ഇപ്പോൾ ഭരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പൂക്കി സതീശൻ തന്നെയാണ്. അത് പുതിയ തലമുറ ഇട്ടുകൊടുത്ത പേരാണ്. അത് അയാളുടെ മുഖത്തിനും ശരീരപ്രകൃതിക്കും നന്നായി ഇണങ്ങുന്നുമുണ്ട്. മുൻപുണ്ടായിരുന്ന പോക്കിരി മുഖ്യനെ കേരളത്തിന് വേണ്ട ബിന്ദു. ഇനി ഞങ്ങൾക്ക് ഈ പൂക്കി മുഖ്യനെ മതി.